നിയമത്തിന് മുന്നിൽ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. കോടതികൾ നിങ്ങളെ വെറുതെ വിട്ടേക്കാം. പക്ഷേ പ്രകൃതിയുടെ കോടതിയിൽ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും വിട്ടുവീഴ്ചയില്ല. കേവലം 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ യുവാക്കൾക്കിടയിലെ HIV ബാധ 9% നിന്നും 15.4% കുതിച്ചുയർന്നിരിക്കുകയാണ്. നിങ്ങളറിയാത്ത ആ അദൃശ്യ ശൃംഖല നിങ്ങളുടെ വാതിലിലും മുട്ടുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ആരോഗ്യ മേഖലയിൽ ലോകത്തിന് മാതൃകയായ കേരളം ഇന്നൊരു വലിയ അപായമണിയുടെ നിഴലിലാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിലും പൊതുവേദികളിലും പങ്കുവച്ച കണക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു. 15നും 24നും ഇടയിൽ പ്രായമുള്ള നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ പടരുന്ന ഈ ഒരു മഹാമാരി കേവലം ഒരു രോഗമല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളുടെ പരിണതഫലമാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ തൻ്റെ കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകിയ ആ വലിയ സത്യം ഇതാണ്. ലൈംഗിക ബന്ധം എന്നത് 2 വ്യക്തികൾക്കിടയിലുള്ള ഒന്നല്ല. നിങ്ങൾ ബന്ധപ്പെടുന്ന പങ്കാളിക്ക് മറ്റൊരു രഹസ്യ ബന്ധമുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് വേറൊരാളുമായും ബന്ധമുണ്ടെങ്കിൽ, നിങ്ങളറിയാതെ നിങ്ങളൊരു വലിയ ശൃംഖലയുടെ ഭാഗമാകുന്നു. Xഉം Yയും തമ്മിലുള്ള ബന്ധത്തിൽ A മുതൽ Z വരെയുള്ള അദൃശ്യ പങ്കാളികൾ ഉണ്ടായേക്കാം. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിക്കുന്നുണ്ടാകാം, പക്ഷേ ആ പങ്കാളി മറ്റൊരാളെ വിശ്വസിച്ചതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ നിങ്ങളായിരിക്കും. വൈറസിന് വിശ്വാസമോ പ്രണയമോ ഒന്നും അറിയില്ല. അതിന് പടരാൻ ഒരു നിമിഷം മതി. ഇനി കോണ്ടം സുരക്ഷിതമാണോ എന്നതിലേക്ക് വരാം. പല യുവാക്കളും വിചാരിക്കുന്നത് ഒരു കോണ്ടം ഉപയോഗിച്ചാൽ താൻ പൂർണ്ണ സുരക്ഷിതനായി എന്നാണ്. എന്നാൽ ഇതിന് പിന്നിലെ ചതിക്കുഴികൾ മനസ്സിലാക്കണം. ലോകത്തിലെ ഒരു കമ്പനി തങ്ങളുടെ ഉൽപ്പന്നം 100% സുരക്ഷ നൽകുമെന്ന് ഗ്യാരണ്ടി നൽകുന്നില്ല. ഉപയോഗിക്കുന്നതിലെ അശ്രദ്ധയോ ഗുണനിലവാരമില്ലായ്മയോ വലിയ അപകടങ്ങൾ വരുത്തിവെക്കാം. HIV തടയാൻ ഇത് സഹായിക്കാം. എന്നാൽ ഹെർപ്പിസ്, സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾ കേവലം ചർമ്മങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ പോലും ഉണ്ടാവുന്നവയാണ്, പകരുന്നവയാണ്. ഇവിടെ സുരക്ഷാ കവചങ്ങൾ നിങ്ങളെ രക്ഷിക്കില്ല. ഓറൽ സെക്സിലൂടെ പടരുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഇത് ഗർഭാശയകളെ ക്യാൻസറിനും വായിലെ ക്യാൻസറിനും ഒക്കെ പ്രധാന കാരണമാകുന്നു. ഇത് പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. HIV മാത്രമല്ല, അതിലും ഭീകരന്മാർ പിന്നാലെയുണ്ട്. നമ്മൾ HIVയെ പേടിക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ കരളിനെ കാർന്നു തിന്നുന്ന ഹെപ്പറ്റൈറ്റിസ് Bയും Cയും പടരുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് Cക്ക് ഇന്നും ഫലപ്രദമായ വാക്സിൻ ഇല്ല. കൂടാതെ ഒരിക്കൽ ബാധിച്ചാൽ ജീവിതകാലം മുഴുവൻ വേദന നൽകുന്ന ഹെർപ്പിസ് പോലെയുള്ള വൈറസുകൾ നിങ്ങളെ മാനസികമായി തകർക്കും. ആശുപത്രി ഫയലിൽ ബയോഹസാർഡ് എന്ന ലേബൽ പതിപ്പിക്കുമ്പോൾ അനുഭവിക്കുന്നൊരു മാനസിക സംഘർഷം വിവരണാതീതമാണ്. ലഹരിയുടെയും ഡേറ്റിംഗ് ആപ്പുകളുടെയും ചതിക്കുഴികൾ ഇന്ന് കേരളത്തിൽ വ്യാപകമാക്കുന്ന മയക്കുമരുന്ന് ഉപയോഗം ഈ രോഗവ്യാപനത്തിന് ആക്കം കൂട്ടുന്നു. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നതിലൂടെ രക്തം വഴി നേരിട്ട വൈറസ് ശരീരത്തിലെത്തുന്നു. ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പരിചയപ്പെടുന്ന അപരിചിതരുമായി യാതൊരു മുൻകരുതലുമില്ലാതെ ഏർപ്പെടുന്ന ബന്ധങ്ങൾ ഒരു നിമിഷത്തെ ആവേശത്തിന് ശേഷം ജീവിതകാലം മുഴുവൻ നീളുന്ന കണ്ണീരായി മാറുന്നു. സെക്സ് എഡ്യൂക്കേഷൻ എന്ന അശ്ലീലമല്ല, അതൊരു അതിജീവനമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. സുരക്ഷിതമല്ലാത്ത ബന്ധം സംഭവിച്ചു എന്ന് തോന്നിയാൽ മടിക്കാതെ തന്നെ ടെസ്റ്റും ചെയ്യണം. ഒരു റിസ്ക് സംഭവിച്ചാൽ 72 മണിക്കൂറിനുള്ളിൽ കഴിക്കാവുന്ന പ്രതിരോധ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B, HPV എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനുകൾ എടുക്കാൻ മടിക്കുകയും ചെയ്യരുത്.